നമസ്കാരം. ജമ്മു കാശ്മീരിലുണ്ടായ ഏറ്റുമുട്ടലിൽ വധിച്ച ഭീകരരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് സുരക്ഷാ സേന. ലഷ്കർ-ഇ തോയ്ബയുടെ അംഗങ്ങളായ പാക് സ്വദേശികളെയാണ് വധിച്ചത് എന്നാണ് സുരക്ഷാ സേന അറിയിക്കുന്നത്. ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു ജമ്മു കാശ്മീരിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. പാകിസ്ഥാൻ സ്വദേശികളായ ഉസ്മാൻ, ഉമർ എന്നിവരെയാണ് വധിച്ചത് എന്നുകൂടി സൈന്യം അറിയിക്കുന്നു. 2020-ലാണ് ഇരുവരും ആദ്യമായി അതിർത്തി കടന്ന് എത്തുന്നത്. തുടർന്ന് ഇവിടെ ഒളിച്ചു കഴിയുകയായിരുന്നു. ഏറ്റുമുട്ടൽ പ്രദേശത്ത് നിന്നും വലിയ തോതിലുള്ള ആയുധ ശേഖരം കണ്ടെടുത്തിട്ടുണ്ട്. ഇത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും സൈന്യം അറിയിക്കുന്നു. ബാരാമുള്ളയിലെ സോപ്പാറിലായിരുന്നു ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഫർഹാബാദ് മേഖലയിലെ ഹാദിപുര ഗ്രാമത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇവിടെ തിരച്ചിലിന് വേണ്ടി സംഘം എത്തിയത്. പക്ഷേ ഒരു വീടിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ഭീകരർ സൈന്യത്തിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തിരച്ചിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയായിരുന്നു. ഈ ഏറ്റുമുട്ടലിനൊടുവിലാണ് സൈന്യം ഭീകരരെ വധിക്കുന്നത്. പക്ഷേ ഈ ഭീകരരുടെ ആക്രമണത്തിൽ സുരക്ഷാ സേനയിലെ 2 അംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇവർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ ഭീകരരെ വധിച്ചു എന്നുള്ള വിവരം മാത്രമേ സൈന്യം പുറത്തുവിട്ടിരുന്നുള്ളൂ. പക്ഷേ ഇവർ ഏത് ഭീകരവാദ സംഘടനയിലെ അംഗങ്ങളാണ് എന്നുള്ള വലിയ ചോദ്യം സൈന്യത്തിന് മുന്നിൽ ബാക്കിയായിരുന്നു. ഇപ്പോഴിതാ അതും സൈന്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ലഷ്കർ-ഇ തോയ്ബയുടെ അംഗങ്ങളായ 2 പാകിസ്ഥാൻ സ്വദേശികളായ ഭീകരരെയാണ് നിലവിൽ സൈന്യം വധിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.